ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. യെസ്, ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്, കുക്കിംഗ് വിത്തൗട്ട് ഫയർ. യെസ്, വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല യമ്മി ആയിട്ടുള്ളൊരു സ്വീറ്റാണ് ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് കണ്ടു നോക്കിയാലോ? യെസ്, അപ്പോൾ നമ്മുടെ റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 കപ്പ് കോക്കനട്ട് പൗഡർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കോക്കനട്ട് പൗഡർ ഞാൻ ജസ്റ്റ് മിക്സിയിലിട്ട് ഒന്നുകൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല പൗഡർ പരുവത്തിനാവാനായിട്ട്. യെസ്, പിന്നെ ഇതാ ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. നല്ലപോലെ ഫൈനായിട്ട് പൊടിച്ച 1/4 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് പാല്, നല്ല ചിൽഡ് മിൽക്കാണ്, കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് ബൗളിലേക്ക് കോക്കനട്ട് പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെ ഇട്ടിട്ട് അത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ആദ്യം ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നമുക്ക് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നല്ല തണുത്ത പാലാണ്. കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. യെസ്, ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഞാനൊരു ചെറിയ പോർഷൻ, ഒരു പകുതിയില്ല, കുറച്ച് ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു തുള്ളി കളർ ചേർക്കുവാണ്. അതിലേക്ക് കുറച്ച് റെഡ് ഫുഡ് കളറാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കളറിന് പകരം ബീട്രൂട്ട് ജ്യൂസോ എന്താണെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഓറഞ്ചും ജ്യൂസൊക്കെ നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേനും കുറച്ചുകൂടെ വെള്ളം കൂടിപ്പോകും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ജസ്റ്റ് കുറച്ച് കളർ ആഡ് ചെയ്തത്. അല്ലെങ്കിൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഭയങ്കര ലൂസായി പോകും. കളർ വേണ്ട എന്നുള്ളത് ബീട്രൂട്ട് ഒരു നല്ല ഓപ്ഷനാണ്. ബീട്രൂട്ട് ആഡ് ചെയ്താൽ കുഴപ്പമില്ല. കുറച്ച് ആഡ് ചെയ്യണം, വളരെ കുറച്ച്, വെള്ളം ഒട്ടും കൂടി പോകാതെ ശ്രദ്ധിക്കണം. അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഞാനിനി സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അതിനുവേണ്ടി ഏതെങ്കിലും ഒരു പാത്രം അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും എടുക്കുക. അപ്പോൾ ഞാനിപ്പം നമ്മുടെ സിറപ്പിൻ്റെ ഒരു ചെറിയൊരു ഡപ്പയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് വൈറ്റ് ലെയർ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഹാഫ് പോർഷൻ ഞാനിത് ഫില്ല് ചെയ്യുക. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്തെടുക്കാം. ഞാൻ എന്താ ഹാഫ് പോർഷൻ വൈറ്റ് ഫില്ല് ചെയ്തു. ഇനി ബാക്കി നമ്മൾ കളർ ചേർത്ത റെഡ്, ഇനി ഞാൻ ഹാഫ് പോർഷൻ വൈറ്റും ഹാഫ് പോർഷൻ റെഡും ചെയ്തിട്ടുണ്ട്. യെസ്, ഇനി നമുക്കിതിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. യെസ്, നമ്മുടെ യമ്മി ആയിട്ടുള്ള കോക്കനട്ട് ബൈറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 കളർ ഷെയ്ഡിൽ. കളർ ഇല്ലാണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരെണ്ണം സ്പെഷ്യലായിട്ട് ദേവാംശത്തിന് വേണ്ടിയിട്ട്. യെസ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.